ഇത് എന്നെ തല്ലേണ്ടാമാവാൻ ഞാൻ നന്നാകില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ സംഭവങ്ങൾ നോക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത്. ഇതുപോലെയുള്ള ഒരു ദുർഗതിയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് താഴ്ത്തുന്ന തരത്തിൽ ഹൈക്കമാൻഡ് പോലും പ്രവർത്തിക്കുന്നത് അത്യന്തം സങ്കടകരമാണ്, ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ ആകെ ഊരാക്കുടുക്കിൽപ്പെട്ട് കിടക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. എല്ലാറ്റിനും വടക്കോട്ട് നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാന പാർട്ടികൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഹൈക്കമാൻഡ് പോലും വളരെ ദയനീയമായ ഒരു പതനത്തിൽ എത്തി നിൽക്കുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത്രയും തീരുമാനമെടുക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സമിതിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ന് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും അധികപ്പറ്റാകുമെന്ന് തോന്നുന്നില്ല. ഇത് സ്വയംകൃത അനർത്ഥം എന്ന സംസ്കൃതത്തിൽ പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി വെച്ചതായിട്ടുള്ള ഒരു അനർത്ഥമാണ് എന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കെ സുധാകരനെ മാറ്റണമെന്നുള്ള ആശയം എന്ന് ആര് മുന്നോട്ട് കൊണ്ടുവന്നു? എന്താണ് അതിനുണ്ടായ ഒരു സാഹചര്യം? ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വളരെയേറെ ചിട്ടയോടുകൂടി അടുക്കോടുകൂടി പ്രവർത്തിക്കത്തക്ക രീതിയിലൊക്കെ ചില പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചരിത്രപരമായ മുഹൂർത്തം എന്ന് ഞാൻ പറയാൻ കാരണം ഏതാനും മാസങ്ങൾക്കകം കേരളത്തിലെ നിർണായകമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ള സാധാരണ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിന്റെ മുഖ്യ ഉത്തരവാദിത്തം ഹൈക്കമാൻഡിനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ കെ സുധാകരൻ കഴിഞ്ഞ 3 വർഷമായി KPCC പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിക്ക് അല്പമെങ്കിലും, ഞാൻ അതിന്റെ അളവ് പറയുന്നില്ല, അല്പമെങ്കിലും വളർച്ചയെ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണല്ലോ അതിനുശേഷം നടന്ന കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളും അതോട് ബന്ധപ്പെട്ട് നടന്നതായിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പും. അവിടെയൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗണ്യമായിട്ടുള്ള വിജയം നേടാനായി കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്നു. അത് കെ സുധാകരന്റെ മഹിമ കൊണ്ടോ മിടുക്കുകൊണ്ടോ ആണ് എന്നല്ല പറയുന്നത്. ഏത് പാർട്ടിയാണെങ്കിലും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളിന്റെ ഒരു പ്രാപ്തിയും ഒരു നേതൃത്വ പാഠവും ഒക്കെ ഒരളവ് വരെ ആ പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ പരിഗണിക്കുമ്പോൾ ശ്രീ കെ സുധാകരന്റെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനം അദ്ദേഹത്തെ മാറ്റത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരളവ് വരെ ഭദ്രമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ കാലവും ഉണ്ടായിട്ടുള്ളതാണ് ആഭ്യന്തരമായ പടലപ്പിണക്കങ്ങളും വിഭാഗീയതയും. അത് കോൺഗ്രസ് പാർട്ടിയുടെ മുഖമുദ്രയാണ്. അതായത് ഗ്രൂപ്പുകൾ, ഞാൻ വിസ്തരിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം ഇവിടെ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ച കാലഘട്ടം. ഇന്നും അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവിടെയായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ ഉണ്ടായത്. സുധാകരനെ മാറ്റണം നേതൃസ്ഥാനത്ത് നിന്ന് എന്നത് നമ്മൾ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്തൊക്കെ ആരൊക്കെയോ ചില കള്ളക്കളികൾ നടത്തുന്നുണ്ട്. തന്റെ ഇടമുണ്ടെങ്കിൽ അവർ പുറത്തു വരട്ടെ, ധൈര്യമായിട്ട് പുറത്തു വരട്ടെ. ഏതെങ്കിലും നേതാക്കൾക്ക് കെ സുധാകരൻ ഇരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയാൻ തന്റെ ഇടമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ പുറത്തു വരണം. അവർ പറയട്ടെ, കെ സുധാകരനെ അടിയന്തരമായി മാറ്റണം. നാളിതുവരെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവും പരസ്യമായി പറഞ്ഞിട്ടില്ലല്ലോ, മറിച്ച് പറയുന്നുണ്ടല്ലോ. അതായത് എന്താണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്? ഞങ്ങൾക്ക് ധാരാളം പറയാനുണ്ട്, ഞങ്ങൾക്ക് ധാരാളം പരാതിയുണ്ട്, വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഞങ്ങൾ പാലിക്കുന്ന ആത്മസംയമനം പോലും ഈ മുതിർന്ന നേതാക്കൾ പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം നല്ല പച്ചയായ ഭാഷയിൽ ഇന്നലെ പറഞ്ഞില്ലേ? അത് ഉൾക്കൊള്ളാനുള്ള നാണമെങ്കിലും ഉളുപ്പെങ്കിലും ഈ വലിയ സീനിയർ നേതാക്കന്മാർക്ക് ഉണ്ടാകണ്ടേ? രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, എന്താണ് ഈ മാറ്റത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ക്രൈസ്തവനെ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണം. ഇത് ആര് പറഞ്ഞു ഈ ക്രൈസ്തവനെ കൊണ്ടുവരണമെന്ന്? എവിടെ നിന്നാണ് ഈ ആശയം ഉത്ഭവിച്ചത്? ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല ഇന്നുവരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭാ നേതാക്കന്മാരോ കെ സുധാകരനെ മാറ്റണം,
ഒരു ക്രിസ്ത്യാനിയെ കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞതായി എന്റെ അറിവിൽ നാളിതുവരെ ഇല്ല. ഇതെന്തിനാണ് ഇങ്ങനെയുള്ള ചില കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നത്? കേരളത്തിലെ സഭാപിതാക്കന്മാർ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് കേരളത്തിലെ സഭാ നേതാക്കന്മാർ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ദോഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം കൂടെ തിരിച്ചറിയണം. അതുകൊണ്ട് ക്രിസ്ത്യാനി കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്ത് വന്നാൽ ഇവിടെ എല്ലാം ഭദ്രമാകും, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ 100-100 നമ്മൾ ജയിക്കുമെന്നൊക്കെ പറയുന്നത് ശുദ്ധ ബാലിശവും അസംബന്ധവുമാണ് പറയാതിരിക്കുന്നത്. അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ മുൻകാല KPCC പ്രസിഡന്റുമാരൊക്കെ എല്ലാ ജാതി മതങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രൊഫസർ KM ജാതി മുതൽ തെന്നല ബാലകൃഷ്ണനുള്ള മുതൽ സുധാകരൻ വരെ ഇങ്ങനെ എത്രയോ KPCC പ്രസിഡന്റുമാർ വിവിധ ജാതികളിൽ നിന്ന് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഈ ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ പ്രവർത്തിച്ചിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര കക്ഷി എന്ന രീതിയിൽ എല്ലാ മതങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കേണ്ട സമയങ്ങളിൽ കൊടുക്കാറുണ്ട്. അതിന്റെ പേരിൽ ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസുകാർ സാധാരണ കോൺഗ്രസുകാർ പരാതിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. ഇതിനകത്ത് കളിക്കുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ് ആവർത്തിക്കുന്നു, തന്റെ ഇടമുണ്ടെങ്കിൽ, ആണത്വമുണ്ടെങ്കിൽ, ഈ പറയുന്ന നട്ടെല്ലുണ്ടെങ്കിൽ നേതാക്കന്മാർ പൊതുവെ പരസ്യമായി രംഗത്ത് വരണം. സുധാകരനെ അടിയന്തരമായി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ ഞാൻ ഈ പറയുന്ന സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വെല്ലുവിളിക്കാൻ പോലും എനിക്ക് മടിയില്ല. അല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ മീൻ ചന്തയിലോ നിന്നുകൊണ്ട് സുധാകരനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള അന്തഛിദ്രം ഉണ്ടാക്കി ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ചരിത്രം പോലും മാപ്പ് കൊടുക്കുകയില്ല എന്നാണ് കാണേണ്ടത്. അതുകൊണ്ട് സുധാകരനെ മാറ്റാൻ ഇവിടെ ക്രൈസ്തവ നേതൃത്വം പറയുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനി വന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടും. ഈ തരത്തിലുള്ള വരട്ട് വാദങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണം. രണ്ടാമത്, പിടിപ്പുകെട്ട ഈ ഹൈക്കമാൻഡ്, കാര്യപ്രാപ്തിയില്ലാത്ത ഹൈക്കമാൻഡ്, അതിനകത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അല്പം കൂടെ വകതിരിവ് കാണിക്കണം, കുറച്ചുകൂടെ വിവേകം കാണിക്കണം. ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറങ്ങുന്ന ചില നിരീക്ഷകർ നടത്തുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് നല്ല കുശാലായിട്ട് ശാപ്പാടും കഴിച്ചു പോയി ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്താൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനാണോ ഹൈക്കമാൻഡ് എന്നുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനായി സാധിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ വളരെ 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 ബുദ്ധിപൂർവമായ, വിവേകപൂർണമായ, മുഖം നോക്കാതെ കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഇന്നത്തെ ആവശ്യം ഈ നേതൃമാറ്റമല്ല, മറിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കണം. ഈ ആശയക്കുഴപ്പം ഇല്ലാതെയാക്കണം. ഈ വിഷയം എന്നേക്കുമായി കുടിച്ചു കൊള്ളണം എന്നാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.